ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. മെയിൻ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ മൈൻഡ് അപ്പ് പറയാൻ മറന്നുപോയി ഗായ്സ്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ ആൾക്കാർ ട്രീ ഹൗസ് ഒക്കെ ഉണ്ട് കോന്ന് പറഞ്ഞിട്ട്, കുറേ ആളല്ല രണ്ടാൾ ട്രീ ഹൗസ് ഉണ്ട് കോന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടിരുന്നു. അപ്പോൾ നമുക്കിന്ന് അതന്നെ ഉണ്ടാക്കിക്കാളാം ഗായ്സ്. നമുക്ക് ഗായ്സ് പറഞ്ഞ് നമ്മൾ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? നമുക്ക് അതിനുള്ള റിസോഴ്സസ് ഒക്കെ ഗ്യാദർ ചെയ്യാം. കുറേ മരം വേണം ഗായ്സ്. അതിന് നമുക്ക് കുറേ മരമൊക്കെ വെട്ടാം. ഞാൻ മരമൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് നിങ്ങളെ അറിയിക്കുക ഗായ്സ്. അപ്പോൾ ഞാൻ കുറച്ച് മരമൊക്കെ വെട്ടട്ടെ. ഗായ്സ്, നമ്മൾ മരമൊക്കെ വെട്ടിയിട്ടുണ്ട്. പക്ഷേ ട്രീ ഹൗസ് ആകുമ്പോൾ ഒരു ട്രീയിലല്ലേ നമ്മൾ കെട്ടുക. അതുകൊണ്ട് ട്രീന് നമുക്കൊരു വലിയ ട്രീ ഉണ്ടാക്കണം. അതിന് 4 സാപ്ലിങ് വേണം. സാപ്ലിങ് കിട്ടണമെങ്കിൽ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതിന് ബോൺവീൽ വേണ്ട ഗായ്സ്. പിന്നെ നമുക്കൊരു കമ്പോസ്റ്റർ ഉണ്ടാക്കാം. നമുക്ക് ബോൺ മീൻ ആവശ്യമുണ്ട് ആ ട്രീ ഹൗസ് ഉണ്ടാക്കണോണ്ട്. അതുകൊണ്ടാണ് കമ്പോസ്റ്റർ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് സീഡൊക്കെ വേണം ഗൈസ്. ബോൺ മീലൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ കുറച്ച് സീഡൊക്കെ എടുക്കട്ടെ. സീഡൊന്നും അങ്ങനെ കിട്ടുന്നില്ല ഗൈസ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ എപ്പിസോഡിൻ്റെ അവസാനം കുറച്ച് മൈനിങ് ഒക്കെ ചെയ്യണം. പിന്നെ ഗൈസ്, മൾട്ടിപ്ലെയർ സീരീസ് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കതൊക്കെ കൊണ്ടുവരാം. നമുക്കിതൊക്കെ ബോൺവീലൊക്കെ നോക്കാം. ഇനിയും വേണം ഗൈസ്, കുറേ വേണം സീഡ്. സീഡ് നമുക്ക് കുറേ എടുക്കാം. കിട്ടുന്നില്ല ഗൈസ് സീഡൊന്നും അങ്ങനെ. ഇത് സാപ്ലിങ് കിട്ടി. നമുക്കിനി മരമൊക്കെ വെട്ടണം. പിന്നെ കുറേ സാപ്ലിങ്സും ഇതൊക്കെ വേണം. അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ അത് സാപ്ലിങ്സ് ഒക്കെ എടുത്തിട്ട് അറിയുക ഗൈസ്. അപ്പോൾ ഗൈസ്, വീട് ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. നമുക്കിതിനെ ടോർച്ച് വെക്കണം. പക്ഷെ ഇപ്പോൾ പോയാൽ ക്രീപ്പർ സോഫയൊക്കെ നമ്മളെ ചപ്പാത്തി ആക്കും. അതുകൊണ്ട് നമുക്ക് പോയി ഉറങ്ങാം. എന്നിട്ട് നാളെ രാവിലെ പോയിട്ട് നമുക്ക് ടോർച്ച് എടുക്കാം ഗൈസ്. മൈൻക്രാഫ്റ്റ് നാളെ രാവിലെ രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ടോർച്ച് എടുക്കാൻ പോകാം. ടോർച്ച് എടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ചാർക്കോളാക്കിയിട്ട് ആക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇന്നലെ കണ്ട കേവിലൊന്ന് പോയൊക്കെ ഗൈസ്. അവിടെയൊക്കെ പോയിട്ടൊന്ന് എക്സ്പ്ലോറൊക്കെ ചെയ്ത് നോക്കാം. അതിന് നമുക്ക് ചാർക്കോൾ വേണം. ചാർക്കോൾ ഏത് മരം? മരം കേട്ടോ.
ഗൈസ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുത്തണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, അതൊക്കെ നമുക്ക് ചെയ്യാം, എല്ലാം സെറ്റാക്കാം. നമുക്കത് പോയി ചാർക്കോളാക്കണം ഗൈസ്. ഓ കണ്ട ഗൈസ്, ഏതാ വൃത്തി. നമുക്ക് നമ്മളെ വീട്ടിൽ കയറിയിട്ട് ഇത് ചാർക്കോളാക്കാം. ഒന്ന് വെക്കാം, അല്ലെങ്കിൽ വേണ്ട 2 വെക്കാം. ഗൈസ് ഇതിൻ്റെ ചുറ്റും നമുക്ക് ഇനി ടോർച്ച് വെക്കണം. ചുറ്റുമല്ല, ബാക്കിലും മുന്നിലും വെക്കണം. ചാർക്കോളായിട്ടുണ്ട്, നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം. ഒന്നും കൂടി അതിൻ്റെ ഉള്ളിൽ വെക്കാം ഗൈസ്. ഒന്നുകൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് ഇവിടേക്ക് വെക്കാം. പിന്നെ നമുക്ക് മറ്റേ കേവ് പോയി ഒന്ന് നോക്കണം ഗൈസ്. അത് നമുക്ക് ഈ ടോർച്ച് കൂടെ വെക്കട്ടെ, ഓടുന്ന വെക്കാന്നില്ല. നിങ്ങളിത് കാണുമ്പോൾ ഒരു 16 മിനിറ്റോ 17 മിനിറ്റോ ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് ഞാൻ 1.5 മണിക്കൂറൊക്കെ കളിച്ചിട്ടുണ്ട് ഗൈസ്. വടിയും വെക്കാം. നമുക്ക് പിന്നെ കേവ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക ഗൈസ്. അങ്ങോട്ട് പോവാം ഗൈസ്. നമ്മളെ തത്തമ്മയ്ക്ക് ഒരു പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ നമുക്ക് തത്തമ്മയ്ക്ക് പേരൊക്കെ ഇടാം. ഇവിടെയൊക്കെ ആയിരുന്നു ആ കേവ്, ഒന്ന് പോയി നോക്കി വരാം ഗൈസ്. ആ കേവ് ഞാൻ കുറേ നോക്കി, അവിടെ എവിടെ കാണുന്നില്ല ഗൈസ്. അയ്യോ ക്രീപ്പർ, ഓഫ് പേടിച്ചു ഗൈസ്. അവിടെ എവിടെ കാണുന്നില്ല ഗൈസ് കേവ്. കുറേ നോക്കി, എവിടെയാണോന്ന് അറിയില്ല. ഇവിടേക്ക് ഇങ്ങനത്തെ കേവ് അല്ല, ഫുള്ള് ഇങ്ങനത്തെ ഒരു മറ്റേ വാട്ടറില്ല പോക്കറ്റിൽ ഇട്ടച്ച പോലത്തെ സ്ഥലങ്ങളാണ് ഗൈസ്. കുറേ നോക്കി ഞാൻ അങ്ങോട്ടൊക്കെ പോയിട്ട്. അതാ ഗൈസ്, കിട്ടി ഗൈസ്. അയ്യോ ഇവിടെ ഒന്നും ഇല്ല ഗൈസ്, വെറുതെ വന്നത് വരെ. പോവാ. അയ്യോ വീണോ ഗൈസ്. നമുക്ക് വീട്ടിൽ പോയിട്ടില്ലേ ഗൈസ്, മൈൻ ചെയ്ത് നോക്കാം. അല്ലെ കുറച്ച് കോബിൾ സ്റ്റോൺ ആവശ്യമുണ്ട്. നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ മതി. എന്നിട്ട് അത് നമ്മുടെ ബേസിൻ്റെ മുന്നിൽ, ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രീ ഹൗസിൻ്റെ മുന്നിൽ കൊണ്ടുപോയി കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യുക, ഈ ഗ്രാനൈറ്റും കോബിൾ സ്റ്റോണൊക്കെ വെച്ചിട്ട്. പിന്നെ നമുക്ക് ഇന്നൊരു വീറ്റ് ഫാമും തുടങ്ങണം. നമുക്ക് ആദ്യം മൈനിങ് ചെയ്യാം ഗൈസ്. മൈനിങ് ചെയ്തതിന് ശേഷം നമുക്ക് വീറ്റ് ഫാം തുടങ്ങാം. മൈനിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് കല്ലെടുക്കാനാണ്, വേറെ ഒരു ആൺകുട്ടിയാണ് ഗൈസ്. നമ്മുടെ കയ്യിൽ ഇന്നും പോകണില്ല ഗൈസ്. ഒരു ബോൺ ഒപ്പിക്കണം നമുക്ക്. അവിടെ എന്താ ഗൈസ് വേണം, സർവൈവൽ വേണം. നമുക്ക് പോയിട്ട് മൈൻ ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, നമുക്ക് നേരെ അങ്ങോട്ട് വീറ്റ് നടാം. അല്ലെങ്കിൽ മൈൻ ചെയ്യാം, ഒരു കുഴപ്പമില്ലല്ലോ, വെറുതെ ഒക്കെ അല്ലേ ഗൈസ്. നമുക്ക് കുറച്ച് മതി, ഇത്ര സ്റ്റോൺ മതി. കുറച്ച് സ്റ്റോൺ, ഇത്ര മതി ഗൈസ്, കുറച്ച് സ്റ്റോൺ മതി നമുക്ക്. രാത്രിയൊന്നുണ്ട് തോന്നുന്നു. ഇല്ല 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 ഇല്ല. ഓ ഗൈസ്, നമുക്ക് കുറച്ച് ഇവിടെ ഇങ്ങനെ പാത്ത് പോലെയൊക്കെ ആക്കിയിട്ട് കുറച്ച് സ്റ്റോണൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കാം. വടിയും കിടക്കട്ടൊന്ന്. പിന്നെ ഇവിടെ കുറച്ച് സ്റ്റോണും വെക്കണം.
സ്റ്റോൺ എടുത്തിട്ടുണ്ട്. സ്റ്റോണിൻ്റെ ഒക്കെ ടെക്സ്ചർ ഉണ്ട് കൈമ പിടിക്കുമ്പോൾ. അത് ആക്ഷൻ സ്റ്റാൻഡ് സ്റ്റഫ് എന്ന് പറഞ്ഞാൽ യൂസേഴ്സ് പാക്ക് ഇട്ടുകൊണ്ടാണ് പഠിയുമ്പോൾ. അപ്പോൾ നമുക്കിനി പോയിട്ട് മറ്റേ വീറ്റ് ഫാം കൊടുക്കണം. വീറ്റ് ഫാം എന്ന് പറഞ്ഞാൽ ചെറുത് ഒരു 10 വീറ്റൊക്കെ മതി. കുറച്ച് വീറ്റ് കളക്ട് ചെയ്യാം. അപ്പം 6 ഉണ്ട്. 7, 8, 9, 10 ഗൈസ്. നമുക്ക് നേരെ പോയിട്ട് അങ്ങോട്ട് നടാനുള്ളൂ. ആദ്യം ഹോൺ ഉണ്ടാക്കണം ഗൈസ്. ഹോൺ ഉണ്ടാക്കി അല്ലേ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. ഹോൺ ഉണ്ടാക്കാൻ പോവാം. ഞാനെന്താ ഇതിൽ നോക്കണം ഗൈസ്. ആർമറിൻ്റെ അല്ലല്ലോ ഉണ്ടാവും. ഹോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ പോയിട്ട് മൈനിങ് ചെയ്യാൻ നോക്കിയാൽ ഗൈസ് പറയുന്നത്. ഇത് ഇവിടെ ഫാർം ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി ഇവിടെയൊക്കെ നമുക്ക് സീഡ് നടാം. ഇത്ര മതി. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. അത്ര തന്നെ. ഓക്കെ, ബൈ.